എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ജീവിച്ചിരിക്കുന്ന ഏവരെയും അച്ഛനമ്മമാരെയും അച്ഛനച്ചച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരു കാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലച്ഛനെയും ലോകത്തിലുള്ള സർവ ഋഷീശ്വരന്മാരെയും സർവ ആചാര്യന്മാരെയും സർവ പണ്ഡിതന്മാരെയും അമ്മേ മഹാദേവി, ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി, പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു ഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വര്യമൂർത്തികളെയും ദേവീ ദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദസ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലച്ഛനെയും അമ്മേ മഹാദേവി, ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നതിനേവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നതിനേവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദ തിങ്കൽ നമസ്കാരം, ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദ തിങ്കൽ നമസ്കാരം. ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും സഹോദരീ സഹോദരപരമായും മാതാപിതാപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങൾ നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി, പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും
സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 30 കോടി ദൈവദേവഗണങ്ങളെ, ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെ, ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളികദേവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേവരെയും ഏതിനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതീ തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതീ തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി, പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തിദേവന്മാരെയും ലോകത്തിലുള്ള 30 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളികദേവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും ഏവരെയും ഏതിനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി, ഏവരെയും ഏതിനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി, ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതീ തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതീ തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം
അറിഞ്ഞുമറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവ്വപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി. മുക്തി നൽകണം ജഗദീശ്വരി. മോക്ഷം നൽകണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞുമറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ്വാത്മാക്കൾക്കും സർവ്വപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി. മുക്തി നൽകണം ജഗദീശ്വരി. മോക്ഷം നൽകണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, 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 മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധതലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെ രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധതലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും അമ്മേ മഹാദേവി, 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 അമ്മേ മഹാദേവി. വാഹനവും ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന യജമാനനും ഡ്രൈവറാകുന്ന ആത്മാവും എന്നുള്ള വിവരണങ്ങളോട് കൂടിയിട്ടുള്ള ഉപമ വെച്ചുകൊണ്ടുള്ള വിവരണങ്ങളുമായിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ചൊരു സ്മരണ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്രകാരം ഉണ്ടായത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നമ്മൾ നമ്മുടെ വാഹനത്തെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മൾ നമ്മുടെ വാഹനത്തിലുള്ള ഡ്രൈവറെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജന്മശുദ്ധി കൈവരുന്നതെന്നറിയണം. നമുക്ക് ആ വാഹനത്തോടും
ആ ഡ്രൈവറോടുമുള്ളൊരു സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് നമ്മുടെ ആ വാഹനം കൊണ്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ളൊരു ഗുണവും അപ്രകാരമുള്ളൊരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമ്മൾ പല വാഹനങ്ങൾ ഓടിച്ചതായിട്ടുള്ളൊരു അനുഭവവും പല വാഹനങ്ങളിലൂടെ സ്വസ്ഥമായി യാത്ര ചെയ്തതായിട്ടുള്ളൊരനുഭവവും മാത്രവുമല്ല, തന്നെപ്പോലെയാണ് മറ്റുള്ള വാഹനങ്ങളും, തന്നെപ്പോലെയാണ് മറ്റുള്ള വാഹനത്തിൻ്റെ ഡ്രൈവറും എന്നറിഞ്ഞു വരുന്നു. അപ്രകാരം അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ജീവിതം എന്താണെന്നും ഏതാണെന്നും അപ്രകാരമുള്ള കാഴ്ചയിലൂടെ, അറിവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിക്കൊണ്ട് സാധിക്കുന്നു. നല്ല ചിന്തയോടുകൂടിയും പ്രവർത്തികളോടുകൂടിയും മുന്നോട്ട് പോകുമ്പോൾ യാതൊരു തടസ്സവും ഒന്നിനെ കൊണ്ടും ഇല്ലാതെയാകുമ്പോൾ നമ്മളുടെ യാത്ര വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്നു. നല്ലൊരു തലത്തിലേക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യം ചെന്നെത്തേണ്ടത് പറയുന്നു, നീ എൻ്റെ ഗർഭപാത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നീ എൻ്റെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം. എങ്ങനെയാണ് അമ്മേ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്? നിൻ്റെ വാഹനമാകുന്ന ശരീരവും മനസ്സാകുന്ന ഉടമയും നിൻ്റെ ഡ്രൈവറും ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എൻ്റെ ഹൃദയമാകുന്ന ഗർഭഗൃഹത്തിലേക്ക് നീ പ്രവേശിക്കുന്നു. അതാണ് എല്ലാ മതങ്ങളും വേദങ്ങളും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും മഹാകാവ്യങ്ങളും രചനകളുമെല്ലാം ഇപ്രകാരം ഒന്നിലേക്ക് എത്തപ്പെടുവാനായിക്കൊണ്ടാണെന്നറിയണം. ഞാനിതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്കൊരു മതവും ഒരു മതഗ്രന്ഥവും ഒരു ഉപനിഷത്തും ഒരു പുരാണവും ഒരു മഹാഭാരതവും ഒരു ഭാഗവതവും ഒരു ഭഗവത്ഗീതയും ഇതിനപ്പുറത്തേക്കൊന്നും ഉദ്ധരിക്കുന്നില്ല. ആയതിലൂടെയെല്ലാം ആയതുപോലെ തന്നെ ഖുറാനിലൂടെയും ബൈബിളിലൂടെയും എല്ലാം ഉദ്ധരിക്കുന്നത് ഇതുതന്നെയാണെന്നറിയണം ഏവരും. അതുതന്നെയാണ് ഞാൻ മുമ്പ് ഈ വീഡിയോകളിലല്ലാതെ മുൻപേ വിട്ടിട്ടുള്ള വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ തന്നെയാണെന്നറിയണം. ഈശ്വരൻ എന്നാൽ ഈശ്വരൻ ആയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ പൂന്തോട്ടങ്ങളും അവിടെ കുറേ പഴവർഗ്ഗങ്ങളും അവിടെ കുറേ മാലാഖമാരും അവിടെ കുറേ അതും ഇതും ഒരുപാട് സങ്കല്പങ്ങളുണ്ടല്ലോ. അതൊക്കെ അല്ലേ നമ്മളെങ്ങനെ എല്ലാവരും നാം മനുഷ്യരാണെന്നുള്ള ഈ മനുഷ്യനായിട്ട് പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു, എങ്ങനെ ഈ അധർമ്മങ്ങൾ ചെയ്യുന്നു, എങ്ങനെ അക്രമങ്ങൾ ചെയ്യുന്നു, എങ്ങനെ അനീതി ചെയ്യുന്നു, എങ്ങനെ അധർമ്മിഷ്ഠരായി ജീവിക്കുന്നു. അപ്രകാരമുള്ളതെല്ലാം മനുഷ്യനല്ല ഉള്ളത്. പകരം മനുഷ്യനല്ലാത്തതായിട്ടുള്ള ജീവികളെല്ലാം അവരുടെ ഒരു സ്വർഗലോകത്തിലാണ് ജീവിക്കുന്നതെന്നറിയണം. കാരണം അവരുടെ മുമ്പിൽ തെറ്റെന്നോ ശരിയെന്നോ ഇല്ല. അവരുടെ മുമ്പിലുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവരുടെ ശരി. അവരെല്ലാം ഇന്ന് സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ ഇന്ന് നരകത്തിലുമാണ് ജീവിക്കുന്നതെന്നറിയണം നിങ്ങൾ. മനുഷ്യൻ നരകത്തിലാണ് ജീവിക്കുന്നതെന്നറിയണം ഓരോരുത്തരും. നിന്റെ കർത്തവ്യം പിഴച്ചതാകുമ്പോൾ നീ നരകത്തിൽ എത്തപ്പെട്ടവനും നരകത്തിലുള്ള പ്രക്രിയകൾ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ആയിത്തീരുന്നു. നമ്മളെപ്പോലുള്ള ഓരോരോ മനുഷ്യരെയും അവരെ ഹിംസിക്കുന്നതും ധ്വംസിക്കുന്നതും അവരെ ആക്രമിക്കുന്നതും അവരെ വെട്ടുന്നതും കൊല്ലുന്നതും തകർക്കുന്നതും അത് പല തലത്തിലും ജീവിത സാഹചര്യം കൊണ്ട് തകർക്കുന്നതും അവരെ കർമ്മത്തിൽ കൂടെ തകർക്കുന്നതും അവരെ ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ട് തകർക്കുന്നതും മനസ്സിനെ ദ്രോഹിച്ചുകൊണ്ട് തകർക്കുന്നതുമെല്ലാം പാപം ചെയ്ത ജന്മമായി തീരുന്നു.
നമ്മളുടെ ഓരോരുത്തരുടെയും ജന്മം. അത് കർമ്മം കൊണ്ട് മാത്രമല്ല, പ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല, ചിന്തകൾ കൊണ്ടും അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ജീവിത രീതിയും സാഹചര്യങ്ങളും അപ്രകാരം മൃഗങ്ങളെക്കാളും അധപ്പതിച്ച ജന്മമായി മനുഷ്യജന്മം മാറുന്നു. ശ്രദ്ധിക്കണം. ഏവർക്കും പ്രണാമം. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ കാണണം, കേൾക്കണം. അല്പമെങ്കിലും ഒരു സമയം മാറ്റിവെക്കണം. ഇതൊരിക്കലും നഷ്ടമോ കഷ്ടമോ ആവില്ലെന്ന് അറിയണം.